നിങ്ങൾക്ക് ഉത്കണ്ഠ വേണ്ട, ധൈര്യമായിരിക്കുക. ഞാൻ ദൈവമാണ്, അസാധ്യമായത് സാധ്യമാക്കുന്നവനാണ്. അസാധ്യം എന്ന വാക്ക് എനിക്കില്ല, എല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായിരിക്കാം, എനിക്ക് അങ്ങനെയല്ല, എല്ലാം സാധ്യമാണ് എന്നറിഞ്ഞിരിക്കുക. എനിക്ക് ഈ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു. ഇവരെ ഒന്നും കൊടുക്കാതെ പറഞ്ഞയച്ചാൽ ഇവർ തളർന്നു വീഴും. യേശുവിൻ്റെ പ്രബോധനം കേൾക്കാൻ വന്നവരെ നോക്കി യേശു പറഞ്ഞു, അവരുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ എന്ന് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു. അവർ അന്വേഷിച്ചപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ അത് മതി, കൊണ്ടുവരുവിൻ. യേശു ആ അപ്പവും മീനും സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവിനോട് പ്രാർത്ഥിച്ചു, ഇനി വിളമ്പുക. ഒരു സംശയവും കൂടാതെ അവർ കർത്താവ് പറഞ്ഞതനുസരിച്ചു വിളമ്പി തുടങ്ങി. ബാക്കി വന്നത് അവർ കുട്ടയിൽ ശേഖരിച്ചു. നമ്മുടെ കർത്താവ് ഇരട്ടിപ്പിക്കുന്നവനാണ്, ഒന്നും ഇല്ലാത്തിടത്തു നിന്ന് തുടങ്ങുന്നു. കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തരുന്നത് പിതാവിനോട് പ്രാർത്ഥിച്ചു, എന്നിട്ടാണ് അപ്പം വർദ്ധിപ്പിച്ചത്. നമുക്കും നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവിനോട് ചേർന്നിരിക്കാം. അവൻ ആർദ്രഹൃദയമുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, മക്കളുടെ വേദന അറിയുന്നവനാണ്, എല്ലാം ഇരട്ടിപ്പിക്കുന്നവനാണ്. അവനോട് നമുക്ക് നമ്മുടെ കുറവുകളെ നിറവുകളാക്കാൻ പ്രാർത്ഥിക്കാം. ആമേൻ.